ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ പള്ളിയുടെ പരിസരത്താണ് കേട്ടോ. ഇവിടെ ഇന്ന് ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ കൊടിയേറ്റാണ്. നമ്മൾ താമസിക്കുന്ന നാട്ടിലെ ചെറിയൊരു പള്ളിയാണ്. ഈ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഇതാണ് എന്നെ ആകർഷിച്ചൊരു വചനം കേട്ടോ. കുറേ വചനം എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഇടയ്ക്ക് എഴുതിയതാണ് കേട്ടോ. ഇത് കാടുകുറ്റിയിലെ ചെറിയൊരു പള്ളിയാണ് കേട്ടോ, സെൻറ്റ് പോൾസ് ചർച്ച്. അപ്പം മണി കൊട്ടി ചടങ്ങുകൾ ആരംഭിക്കാറായി. കുർബാന തുടങ്ങുന്നതിന് മുൻപേ എല്ലാ പ്രസിദ്ധന്തിമാർക്കും തലയിൽ ഒരു ക്രൗൺ വെച്ച് അത് വാഴിക്കുന്ന സമയമാണ്. അപ്പോൾ അത് വാഴിച്ച് കഴിഞ്ഞ് അവരെ പ്രസിദ്ധന്തി വാഴിച്ച് എന്ന് പറയും. അത് കഴിഞ്ഞാൽ കൊടിയേറ്റമാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് കൊടിയേറിയിട്ട് വീണ്ടും നമ്മൾ കുർബാന ആരംഭിക്കും. ഇത് വൈകിട്ട് ബുധനാഴ്ചത്തെ ചടങ്ങുകളാണ് കേട്ടോ. ഇത് കാടുകുറ്റിയിലെ ഒരു കൊച്ചു ദേവാലയമാണ് സെൻറ്റ് പോൾസ് ചർച്ച്. നമുക്ക് ഇടവക ദേവാലയം അപ്പുറത്തെ സാമ്പാളൂർ വേറെയുണ്ട്. ഇത് ഔസേപ്പിതാവിൻ്റെ ഊട്ടുസദ്യ തിരുനാൾ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ കൂടുതലും ആംഗ്ലോ ഇന്ത്യൻസ് ഫാമിലിയാണ്. പുഴക്കക്കരെ സാമ്പാളൂർ സെൻറ്റ് ഫ്രാൻസിസ് സേവർ വന്ന പള്ളിയുണ്ട്, ഇടവക ദേവാലയം. അവിടെ അതിൻ്റെ മ്യൂസിയം എല്ലാം ഉണ്ട്. ഫ്രാൻസിസ് സേവർ പുണ്യവാളൻ്റെ കുറേ മ്യൂസിയത്തിൽ കുറേ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് അതൊക്കെ കാണാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം, ശനിയാഴ്ച ദിവസം, എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ അവിടെ തുറക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് മെയിനായിട്ട് നൊവേന ഉള്ള ദിവസം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പതാക ഇപ്പോൾ ഉയർത്തും, കൊടി ഉയർത്തുന്ന സമയമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും, അത്യാവശ്യം ജനങ്ങളുണ്ടായിരുന്നു, വന്ന് എല്ലാവരും നിന്ന് പതാക ഉയർത്താൻ പോകുന്നു. ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുർബാന ആരംഭിക്കും. വീഡിയോയിലൂടെ ആണെങ്കിലും കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥൻ ആണ്. അപ്പം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും സമർപ്പിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കാണും. സാധിക്കുന്നവരെല്ലാം ഈ ദേവാലയത്തിലേക്ക് വന്ന് സന്ദർശിക്കാം. ഒത്തിരി അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ദേവാലയമാണ്. പ്രത്യേകിച്ച് സാമ്പാളൂർ വിശുദ്ധ